ഹായ് ഹലോ ഋതു ഡയമണ്ട്സ് ബൈ അനുശ്ര ജ്വല്ലേഴ്സ്. നമ്മളുടെ കൊല്ലം ഷോറൂമിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഒരു മലേഷ്യൻ ട്രിപ്പ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 15 കപ്പിൾസിനെയാണ് നമ്മൾ മലേഷ്യയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അടൂർ ഷോറൂമിലെ നമ്മുടെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അടൂർ ഷോറൂമിൽ നിന്ന് നമ്മൾ 5 കപ്പിൾസിനെ സെലക്ട് ചെയ്യും. അതുപോലെ കൊല്ലം ഷോറൂമിൽ നിന്ന് 5 കപ്പിൾസിനെ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ കൊച്ചി ഷോറൂമിൽ നിന്ന് 5 കപ്പിൾസിനെ സെലക്ട് ചെയ്യും. അങ്ങനെ 15 കപ്പിൾസ്, അതായത് 30 പേരെയാണ് നമ്മൾ മലേഷ്യയിലേക്ക് വരുന്നത്. അപ്പോൾ 30 കപ്പിൾസിനോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും മികവ് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റാഫിനെയും കൂടി നമ്മൾ മലേഷ്യയിലേക്ക് പറത്തുന്നുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൊല്ലം ഷോറൂമിൽ നിന്ന് 2 പേര്, അടൂർ ഷോറൂമിൽ നിന്ന് 2 സ്റ്റാഫ്സ്, അതുപോലെ തന്നെ കൊച്ചി ഷോറൂമിൽ നിന്ന് 1 അങ്ങനെയാണ് നമ്മൾ സ്റ്റാഫ്സിനെ വിടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളും നമ്മുടെ ഫസ്റ്റ് കൂപ്പൺ എടുക്കാൻ പോവാണ്. ഗീത എബ്രഹാം. ഹലോ, ഗീത എബ്രഹാം ആണോ? ഞാൻ അനുശ്ര ജ്വല്ലേഴ്സ് ഋതു ഡയമണ്ട്സിൽ നിന്നാണ് വിളിക്കുന്നത്. മലേഷ്യയിലേക്ക് പറക്കാനുള്ള ഒരു സുവർണാവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സൗമ്യ എസ്, അഞ്ജലി ഹൗസ്, അല്ല സജൂരി, സജൂരി ട്രിവാൻഡ്രമാണ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി 2 പേരെ വിളിച്ചു. 3 പേരുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അവരെ ഇനി വിളിക്കണം. ഹലോ, സജു ജോർജിന്റെ നമ്പർ ആണോ? ഞാൻ അനുശ്ര ജ്വല്ലേഴ്സിന്റെ ഡയമണ്ട്സിൽ നിന്നായിരുന്നു വിളിക്കുന്നത്. മാം, നമ്മള് മലേഷ്യയിലേക്ക് പറക്കാനുള്ള ഒരു സുവർണ അവസരത്തിന് കൂപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? സെലക്ടഡ് ആയിട്ടുണ്ടേ. അതെ, അപ്പോ ശരിക്കും പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പൊ ആരാ 2 പേര് പോകുന്നതെന്ന് വെച്ചാൽ ഫാമിലി ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് റെഡിയാക്കി തരാം കേട്ടോ. നമ്മള് നമ്മുടെ ട്രാവൽ ഏജന്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അവര് കോൺടാക്ട് ചെയ്യും. അപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസമായിരിക്കും ചൂസ് ചെയ്യുക. അപ്പൊ കുറച്ച് സമയം എന്തായാലും കിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം. ഇപ്പൊ നറുക്കെടുത്ത ചൂടോടെ വിളിച്ചു പറഞ്ഞതാ. ഓക്കെ, അതെ, ഇന്നായിരുന്നു. ഹലോ, അശോകൻ എന്ന് പറയുന്ന ആളുടെ നമ്പർ ആണോ? ആന്റി, ഞാനേ അനുശ്ര ജ്വല്ലേഴ്സ് ഋതു ഡയമണ്ട്സിൽ നിന്ന് വിളിക്കുവായിരുന്നേ. ഞാൻ വിളിച്ചത് മലേഷ്യയിലേക്ക് പറക്കാനുള്ള ഒരു സുവർണാവസരത്തിന് വേണ്ടി കൂപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സെലക്ടഡ് ആയിട്ടുണ്ടേ. അപ്പൊ മലേഷ്യയിലേക്ക് പറക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരുന്നോ? 2 പേർക്ക് പോകാം. എയർപോർട്ടിൽ എത്തേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ എക്സ്പെൻസും നമ്മൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് വിളിച്ചറിയിക്കാം. ഇപ്പൊ നറുക്കെടുപ്പ് കിട്ടിയത് കൊണ്ട് ഇപ്പൊ വിളിച്ചതാണ് കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. അതെയോ? ഞാൻ അനുശ്വര ജ്വല്ലേഴ്സ് ഋതു ഡയമണ്ട്സിൽ നിന്നായിരുന്നു കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മലേഷ്യയിലേക്ക് പറക്കാൻ ഒരു കൂപ്പൺ ഇട്ടുണ്ടായിരുന്നില്ലേ? അത് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മലേഷ്യയിലേക്ക് പറക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നോ. 2 പേർക്കാണ് പോകാൻ പറ്റുന്ന ഒരു ഫാമിലിന്ന്. അപ്പൊ നമ്മൾ, അതായത് ക്ലോസ് റിലേറ്റീവ്സ്, അതായത് അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കസിൻസിനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആരെങ്കിലും 2 പേർക്ക് പോകാൻ പറ്റും ഫാമിലിന്ന്. ഓക്കെ, അപ്പൊ മോളോട് പറഞ്ഞേക്ക കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു പറയാം. ശരി, താങ്ക് യു. അനുശ്ര ജ്വല്ലേഴ്സ് ഋതു ഡയമണ്ട്സിന്റെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് വേണു ചേട്ടനാണ്, വേണുഗോപാൽ. കൺഗ്രാറ്റുലേഷൻസ്. അതെ, മലേഷ്യയിലേക്ക് പറക്കാനുള്ള സുവർണാവസരം ലഭിച്ചിരിക്കുന്നത് വേണു ചേട്ടനാണ്. രണ്ടാമത്തത് വിവേക്.